അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. കഴിഞ്ഞ ദിവസം വരെ എവിടെയായിരുന്നു രാഹുൽ ഗാന്ധി എന്നുള്ളതായിരുന്നു ചോദ്യം. ഇങ്ങനെയൊരു സമരം കെടാതിരിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്, ഭാവി തലമുറയുടെ ആവശ്യമായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ സമരത്തിന്റെ ഭാഗമാകണം. അതല്ലെങ്കിൽ ആ സമരവേദിയിൽ ഒന്ന് ചെല്ലണം. അത്രയെങ്കിലും ചെയ്യണ്ടേ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്? അല്ല, നോക്കൂ, കോൺഗ്രസിൻ്റെതായിട്ടുള്ള സമരമാർഗങ്ങളുണ്ട്. ഇപ്പോൾ കർഷക സമരം നടക്കുന്നു. കർഷക സമരത്തെ കോൺഗ്രസ് എതിർത്തിട്ടില്ല. പക്ഷേ എന്നാൽ കർഷക സമരം അതിൻ്റേതായിട്ടുള്ള വഴിയിൽ അതിന് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസ് കണ്ടത്. കാരണം എന്താ? ആ സമരത്തെ കോൺഗ്രസ് ഹൈജാക്ക് ചെയ്തു. കോൺഗ്രസ് ഫണ്ടഡ് സ്ട്രൈക്ക് എന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാരിനെ അടിക്കാൻ ഒരു വടി കൊണ്ടുപോയി കൊടുക്കേണ്ട എന്നുള്ളതും രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. ഇപ്പോൾ ആര് തന്നെ സൂചിപ്പിച്ചു, ആരായിരുന്നു? റിയ കുമാർ താബ ഐ ലവ് യു മമ്മി ആൻഡ് ഡാഡി എന്ന് എഴുതി വെച്ച് കണ്ടിന്യൂസായി ക്യാൻസൽ ചെയ്യപ്പെടുന്ന നീറ്റ് പരീക്ഷയുടെ പ്രഷർ താങ്ങാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുമ്പോൾ അവരുടെ പിതാവ് രാജേഷ് മാൾ ഈ പറയുന്ന രാജ്യത്തിന് വേണ്ടി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തൊരു സൈനികൻ കൂടിയാണ്. ആ രാജേഷ് മാളിനൊപ്പം ഇന്ന് ഉത്തരാഖണ്ഡിലുണ്ട് രാഹുൽ ഗാന്ധി. ഇവിടുത്തെ ഇടതുപക്ഷവും ഒരു പരിധിവരെ ഇടതുപക്ഷവും BJPയും ചേർന്ന് എവിടെ രാഹുൽ ഗാന്ധി എന്ന് ചോദിക്കുമ്പോൾ ആ ആത്മഹത്യ ചെയ്ത മകളുടെ അച്ഛൻ ഈ രാജ്യത്തിന് വേണ്ടി തോക്കെടുത്ത് പോരാതിയ കാർഗിൽ യുദ്ധത്തിൽ രക്തം ചിന്തേണ്ടി വന്ന, മരണപ്പെട്ടില്ലെങ്കിലും രക്തം ചിന്തേണ്ടി വന്ന രാജേഷ് മാളിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. വെറുതെ പ്രസംഗിക്കുകയല്ല, വെറുതെ ഒരു സമരം ഏറ്റെടുക്കുകയല്ല. കഴിഞ്ഞ 2014 തൊട്ട് 2026 വരെ സമരം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? സോനം വാങ്ചുക് നിരാഹാരം ഇരിക്കാൻ തുടങ്ങിയിട്ട് 20 ദിവസമായി. അവസാനം അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ടി വന്നു. ഇപ്പം ശംഖു പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അദ്ദേഹം മരിച്ചു പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ശ്രീ ശങ്കുട്ടിദാസ് ചോദിക്കുമ്പോൾ അത് ശരിയാണ്. അത് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്, അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ട്. ഇടതുപക്ഷത്തെ താങ്കൾക്ക് ചോദ്യം ചെയ്യാൻ എന്ത് അധികാരമുണ്ട്? ഇടതുപക്ഷത്തിന്റെ എത്ര നേതാക്കൾ, മുൻ മന്ത്രിമാർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അവിടെ പോയി ആ വേദിയിലെത്തി. ഇന്ന് മറുഭാഗത്ത് SFIയുടെ അഖിലേന്ത്യാ നേതാക്കൾ നിരാഹാരം ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയെന്ന ചോദ്യം പ്രസക്തമല്ലേ? ഇന്നലെയല്ലേ വന്നത്? ഇന്നല്ലേ ഈ വേദിയിലെത്തിയത്? അതും അതിനു മുൻപ് ആ കഴിഞ്ഞ 18 ദിവസം എവിടെയായിരുന്നു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്? അല്ല, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി സമരം ഏറ്റെടുത്തിട്ടുണ്ട്. ആ സമരം ഏറ്റെടുക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസ് ആണ്. അത് പഠിപ്പിക്കാൻ CPIM മുതിരണ്ട എന്നുള്ളത് തന്നെയാണ് നിലപാട്. വളരെ കൃത്യമായി തന്നെയാണ് അത് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് എഫക്റ്റീവായി ആ സമരത്തെ നയിക്കുന്നതെന്ന് വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി ഇന്ന് കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഉത്തരാഖണ്ഡിൽ വെറുതെ വന്ന് ഒരു സമരവേദിയിൽ വന്ന് ഫോട്ടോഷൂട്ട് നടത്തി പോവുകയല്ല ശ്രീ രാഹുൽ ഗാന്ധി. അവിടെ ഏതാണ്ട് 25,000-ഓളം വരുന്ന സ്റ്റുഡൻസിനെ അണിനിരത്തിക്കൊണ്ട് ഛത്രാക്കി ഗൂഞ്ച് എന്ന് പറയുന്ന വലിയ പരിപാടിയുടെ സമരപരിപാടിയുടെ ഇപ്പോൾ ഓഗസ്റ്റ് 19-ാം തീയതി ഞങ്ങളെ അടക്കം ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന പാർലമെന്റ് വളഞ്ഞുള്ള സമരത്തിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. ആ സമരത്തിന്റെ മുന്നൊരുക്കമായി ഉത്തരാഖണ്ഡിൽ തന്നെ ഈ പറയുന്ന നീറ്റ് പേപ്പർ ലീക്കിന്റെ ഭാഗമായി ജീവൻ വെടിയേണ്ടി വന്ന മകളുടെ അച്ഛനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന സമര പ്രഖ്യാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അറിയാം, ഞങ്ങൾ വെറുതെ അല്ലേ സമരം അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2014 തൊട്ട് 2026 വരെ ലീക്ക് ചെയ്യപ്പെട്ട 226 പരീക്ഷകളുടെ വിശദാംശങ്ങൾ ഇന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തോട് പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ അവിടെ വന്നൊരു ഫോട്ടോഷൂട്ട് നടത്തി 4 മുറിവാക്കിൽ ഇംഗ്ലീഷും പറഞ്ഞ് മടങ്ങിപ്പോവുക എന്നുള്ളതല്ല ഞങ്ങളെ സംബന്ധിച്ച് സമരത്തോടുള്ള ഞങ്ങളുടെ നിലപാട്. ഞാൻ കൃത്യമായി പറഞ്ഞു. പിന്നെ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആശയം, അന്ന് ഈ പറയുന്ന സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവുന്ന പരാമർശം, ആ പരാമർശത്തിൻ്റെ പുറത്തുണ്ടാവുന്ന പ്രതിഷേധം, ആ പ്രതിഷേധമാണ് തെരുവിലേക്ക് ആദ്യം അതൊരു ഓൺലൈനായിരുന്നു, ഇപ്പോൾ ഓൺ ഗ്രൗണ്ടിലേക്ക് അവരെത്തപ്പെട്ടിരിക്കുന്നു. നല്ല കാര്യമാണ്. പക്ഷേ എല്ലാത്തിനെയും കോൺഗ്രസ് ഫണ്ടഡ് ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് സ്പോൺസേഡ് ആണ് എന്ന് പറയത്തക്ക വിധത്തിലേക്ക് മാറ്റുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് സമരവുമായി മുമ്പോട്ട് പോകുന്നത്. ഇനി ശങ്കുറ്റിദാസ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു തിരുത്തുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന വാങ്ചുക്കിനെ സുപ്രീം കോടതി പറഞ്ഞു വിട്ടതല്ല, ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തോ ദയാദാക്ഷിണ്യം കൊണ്ട് പറഞ്ഞു വിട്ടതാണ്. അല്ല, നിങ്ങൾ ഈ പറയുന്ന നാഷണൽ സെക്യൂരിറ്റി ആക്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഡീറ്റൻഷനിൽ വെക്കുന്നു, കരുതൽ തടങ്കലിൽ വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ഗീതാഞ്ജലി ആക്മോ അവർ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഏതാ? ഹേബിയസ് കോർപ്പസ്. എൻ്റെ ഭർത്താവിനെ അന്യായമായി തടങ്ങി വെച്ചിരിക്കുന്നു, കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഉപയോഗിക്കാൻ പറ്റുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ആ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നു. അപ്പോൾ സുപ്രീം കോടതി ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ അഭിഭാഷകനോട് ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ നിലപാട്? അപ്പോഴാണ് നിരന്തരമായി 2-3 സിറ്റിങ്ങുകൾക്ക് ശേഷം സുപ്രീം കോടതിയുടെ വാക്ക് കനക്കുമ്പോഴാണ് ഞങ്ങൾ വിട്ടയച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഈ കേന്ദ്ര അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ അറിയിക്കുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ ചാർജുകളും
ആളുകളും ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. അപ്പോഴാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർ അങ്ങും അത് സൂചിപ്പിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ഗീതാഞ്ജലി ആത്മ മറ്റൊരു സമരമാർഗം മുമ്പോട്ട് വെക്കുന്നത്, എന്തിനാ പിടിച്ചു വെച്ചത് എന്ന് അറിയിച്ചിട്ട് വിട്ടാൽ മതി എന്നൊരു സമരം അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. സുപ്രീം കോടതി അത് കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സർക്കാരിൻ്റെ എന്തോ ദയാദാക്ഷിണത്തിൻ്റെ പുറത്ത് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞത് ശരിയല്ല. നീറ്റായിട്ടല്ലേ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ രാജ്യത്ത് 216 എക്സാമുകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, പേപ്പറുകൾ ലീക്ക് ചെയ്യപ്പെടുന്നു. എന്താ, എവിടെയാ നരേന്ദ്രമോദി? ലോകം ചുറ്റുകയാ. എന്താ ഉത്തരം പറയാത്ത? ധർമ്മേന്ദ്ര പ്രധാൻ ഇതുവരെ എന്താ മാധ്യമങ്ങളെ കാണാത്തത്? നീറ്റ് കഴിഞ്ഞ തവണ ലീക്ക് ചെയ്യപ്പെടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം ചുറ്റുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എവിടെയുണ്ട് എന്നെങ്കിലും രാജ്യത്തെ പൗരന്മാർക്കറിയാം. രാഹുൽ ഗാന്ധി എവിടേക്കാണ് പോയത്, എന്തിനാണ് പോയത്, ആ ചോദ്യം അവശേഷിക്കും. നിങ്ങൾ എത്ര പറഞ്ഞാലും അത് ഞങ്ങൾ നോക്കിക്കോളാം, കോൺഗ്രസ് തീരുമാനിക്കും പ്രതിഷേധ മാർഗമെന്ന് പറഞ്ഞാലും 3 ആഴ്ചയായി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് മിസ്സിംഗ് ആയിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. വയനാട്ടിലെ ദുരന്തം, അയോധ്യ സംഭാവന കൊള്ള, ഈ CJP സോനം വാങ്ചുക്, അതൊക്കെ നിൽക്കുമ്പോൾ ഈ അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു വരി പോലും ഇതുവരെ രാഹുൽ ഗാന്ധിയുടെ ഒരു സമൂഹ മാധ്യമത്തിലും നമ്മളാരും കണ്ടിട്ടില്ല. ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.